നടി സ്വാസിക വിവാഹിതയായി. ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബാണ് വരൻ. വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സ്വാസിക തന്നെയാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചായിരുന്നു വിവാഹം. ഇരുവരുടെയും പ്രണയവിവാഹമാണ്. ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന അടിക്കുറിപ്പിലാണ് സ്വാസിക ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്. പിങ്ക് ബോർഡറിലുള്ള സിൽക്ക് സാരിയാണ് സ്വാസിക ധരിച്ചിരുന്നത്. ഷെർവാണിയായിരുന്നു പ്രേമിൻ്റെ വേഷം. 27-ന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹ വിരുന്നും സംഘടിപ്പിക്കും. മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. ഒരു റൊമാൻറ്റിക് സീനിന് ഇടയിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു. കുഞ്ചു എന്നോട് എന്താ എന്ന് ചോദിച്ചു. പക്ഷേ രണ്ടാമത് അതേ ധൈര്യത്തോടെ ആ ഇഷ്ടം പറയാൻ എനിക്കൊരു മടി. വിവാഹിതയാവുന്ന വിവരം സ്വാസിക തന്നെയാണ് ആരാധകരെ അറിയിച്ചത്. ടെലിവിഷൻ സെറ്റിൽ വെച്ച് പ്രേമിനെ പ്രപ്പോസ് ചെയ്തത് താനാണ് എന്നും സ്വാസിക പറഞ്ഞിരുന്നു. ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു വരാൻ സമയത്ത് എനിക്കൊരു മെസ്സേജ്, താങ്ക്സ് ഫോർ കമ്മിങ് ഫോർ മൈ ലൈഫ്. പിന്നെയുള്ള റൊമാൻറ്റിക് ദിവസങ്ങൾ അടിപൊളിയായിരുന്നു, നടി പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശിയായ പ്രേം സീരിയൽ താരമാണ്. വിജയകുമാറിൻ്റെയും ഗിരിജയുടെയും മകളായ സ്വാസിക മൂവാറ്റുപുഴ സ്വദേശിയാണ്. പൂജ വിജയ് എന്നാണ് യഥാർത്ഥ പേര്. പ്രഭുവിൻ്റെ മക്കൾ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, പൊറിഞ്ചു മറിയം ജോസ്, ചതുരം എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ്. വാസന്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2019 മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുകയും ചെയ്തു. നമസ്കാരം. ഞാനൊരു കല്യാണം നടത്തിയതിൻ്റെ ക്ഷീണത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ശബ്ദം പോലും ആഗ്രഹമുണ്ട്. ഇവിടെ ഞാൻ വന്ന് കയറിയപ്പോൾ ഒരു ഭയങ്കര വെളിയൊക്കെ കേട്ടു. അതിനേക്കാൾ മുകളിൽ എത്തി വിളിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെയുണ്ട്. സെലിബ്രേഷൻ എന്ന് പറയുന്നതിന് ദൈവം പറഞ്ഞ ഒരു മാനം എന്താണ്, മനം കുളിർക്ക് അനുഭവിച്ച ഒരു അച്ഛനായി തന്നെയാണ് ഞാൻ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അച്ഛനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. സ്വാസികയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും എനിക്കറിയാൻ പ്രായം നിഷ്കർഷിക്കുന്നതല്ലെങ്കിൽ ഒരു പെൺകുട്ടികളെ കാണുന്ന അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് വളരെ സേഫാണെന്ന് വിചാരം കൂടിയുണ്ടല്ലേ. ഇങ്ങനെ ചില ആൾക്കാരൊക്കെ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ സേഫ്. അതാണ് ഇപ്പൊ തോളത്ത് കൈവച്ചപ്പോഴും ഞാൻ അതാണ് ഇതിപ്പോ ഞാൻ കേസ് കൊടുക്കുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ രഹസ്യമായിട്ടല്ല എല്ലായിടത്തും ചെല്ലുമ്പോൾ ഞാൻ ഒരു എന്താണ് മാരിറ്റൽ ബ്ലെസ് എന്ന് പറയുന്നത് ഹെവൻലി ബ്ലെസ്. മനസ്സിൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ആ വ്യത്യസ്തതയുടെ ആഴവും വളരെ കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. അത് ആരോഗ്യപൂർണരായ, പിന്നെ നാണിച്ച് തള്ളിക്കളയും അല്ലേ. വികൃതിയൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോ നല്ല ആരോഗ്യമുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. അത് ഈ നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ ആ കുഞ്ഞുങ്ങളെ ആവശ്യം ഈ സമൂഹത്തിനാണ്, ഈ ലോകത്തിനാണ്. നല്ല പൗരന്മാരായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തുള്ള
മണ്ണിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും, അത് മരമായാലും മൃഗമായാലും മനുഷ്യനായാലും മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം സംഭാവനകൾ ചെയ്യുന്ന പൗരന്മാരെ അവർ വളർന്നു വരണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത്. അവിടെ നമ്മൾ മറ്റ് മാർഗങ്ങളൊന്നും അവലംബിക്കരുത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള നല്ല മക്കളുണ്ടാവട്ടെ. നിങ്ങൾ വഴി ഈ രാജ്യത്തിന് ലോകത്തിന് ഒരുപാട് നല്ല ലോക പൗരന്മാരുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ വേദിയിൽ നമ്മൾ ആശംസിക്കാൻ, ആത്മാർത്ഥമായി ആശംസിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കും. അവരിനി ഇത് പറഞ്ഞ് മെനക്കെടണ്ടല്ലോ എന്ന് പറയുന്ന വിചാരമുണ്ടാകും. അപ്പോ തീർച്ചയായിട്ടും ഇതൊരു നല്ല മുന്നേറ്റമായിരിക്കട്ടെ. ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ആ ഒരു കാര്യം വൈകിപ്പിക്കാതെ ഇത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വിശേഷം കൂടി ഇതുപോലെ ആഘോഷപൂർണമായി കൂടാൻ സാധിക്കണം. ഓൾവേസ് യങ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പം ഇതിലെ ബാബു ചേട്ടൻ ഈ 5 പേർക്കും വേണ്ടി 20 പേർക്കും വേണ്ടി ഒരു വിഷയമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നമസ്കാരം. എന്നെ ക്ഷണിച്ചിട്ട് വിളിക്കല്ലോ കേട്ടോ, റിസപ്ഷനാണ്. ഇത് ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നതാണ്. പക്ഷെ ഇവര് മഞ്ഞിട്ട് വരുന്ന എന്റെ പറഞ്ഞില്ല, ഞാൻ മഞ്ഞിട്ട് വന്നു. അത് ഞാൻ അറിയുന്നില്ല. എന്തായാലും വളരെ സന്തോഷം ഈ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞാലും. ഇത് ഞങ്ങളൊരു ടീമാണ് കേട്ടോ. ഞങ്ങൾ ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ സ്വയട്ടൊരു പേരുണ്ട്, ബംഗാളികൾ. അപ്പൊ ഞങ്ങളുടെ ബംഗാളി ടീമാണ്, അമ്മയുടെ ബംഗാളി ടീമാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ ഞങ്ങള് എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ ആ സംഘത്തില് എന്നെ മാത്രമേ പേര് ചേർത്തുള്ളൂ, വേറെ ആരും ചേർത്തിട്ടില്ല. അപ്പോ എന്തായാലും വളരെ സന്തോഷം. ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു. അതിനൊട്ടും ആശംസിക്കാൻ പറ്റിയ ആളല്ല ഞാൻ. ഇപ്പോഴും ജീവിതം ക്രോണിക് ബാച്ചിലറായിട്ട് കൊണ്ടുനടക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഒരുപാട് സഹോദരിമാരെന്നോ അല്ലെങ്കിൽ കാമുകിമാരെന്നോ പറഞ്ഞ ഒരുപാട് പേര് എനിക്കുണ്ട്. അതിൽപ്പെട്ടവരൊക്കെ പിന്നെ മെയിൻ നല്ല പാടാ. എന്തായാലും സ്വാസിക പുതിയ കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. എല്ലാ പാവങ്ങളിലായിരുന്നു നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് കാണാനൊക്കെ ജഗദീശ്വരൻ ഭാഗ്യമുണ്ടാക്കി തരട്ടെ എന്ന് മാത്രം ഈ വിവാഹവേളയിൽ ആശംസിക്കുന്നു. ഇരുവർക്കും ഭയങ്കര നല്ലൊരു ദാമ്പത്യ ജീവിതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. എപ്പോഴും സർപ്രൈസുകൾ തരികയാണല്ലോ, ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വന്ന്. ഇന്നും നിങ്ങളെ എങ്ങനെ അറിഞ്ഞു മക്കളെ? ഞാൻ ആരോടും പറയാതെ വെച്ച രഹസ്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നിങ്ങളുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷം, നിങ്ങൾ പരിഭവം ഒന്നും കാണിക്കാതെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചടങ്ങ്, ഞാൻ ചെറിയ ചടങ്ങായതുകൊണ്ടാട്ടോ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാത്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് എന്റെയും പ്രേം, ഇദ്ദേഹത്തിന്റെ പേരാണ് പ്രേം ജേക്കബ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഞങ്ങളുടെ അഭിനയ ജീവിതം, ഇദ്ദേഹം ആക്ടറാണ്, എല്ലാവർക്കും അറിയായിരിക്കും. എന്റെ കൂടെ സീരിയൽസിലും പരസ്യങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഞങ്ങളുടെ അഭിനയവും ജീവിതവും ഫുഡടി യാത്രകളും എല്ലാം ഒരുമിച്ചായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവണം. ഇന്ത്യയിൽ എന്താ പറയാനുള്ളത്? താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഒരു സർപ്രൈസ് അങ്ങനെ വെക്കാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. വലിയ അങ്ങനെ ഇല്ല, അത്രേ ഉള്ളൂ. കാരണം നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരുപാട് വലിയൊരു ചടങ്ങായിട്ട് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ചെറിയ ഫാമിലി, ഒരു 100-120 പേര് മാത്രമുള്ള ഫംഗ്ഷൻ ആക്കി വെച്ചു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. താങ്ക് യു. അതല്ല ഞാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നോണ്ട് അഭിനയിക്കാൻ വെമ്പുകയാണ്. ഇനി ഞങ്ങൾ ഒരുമിച്ച് ചാൻസ് തേടി നടക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒരുമിച്ചല്ല വേറെ വേറെ ഷൂട്ടിന് പോവാണ്. അപ്പം താങ്ക് ഗോഡ് അഭിനയിക്കാൻ പറ്റട്ടെ. അവൾക്ക് ജീവിക്കാൻ കഴിയട്ടെ, ഏറ്റവും അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവള് ചെയ്യാനായിട്ട് അവൾക്ക് സാധിക്കട്ടെ. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കട്ടെ. എപ്പോഴും ഹാപ്പി ആയിട്ട് കൊച്ചിനെ കാത്തു സൂക്ഷിക്കുക. ഓക്കെ, ഞാൻ നോക്കും. ചോദിക്കാൻ ആളുണ്ട്. അതെ, ചോദിക്കാനും പറയാനൊക്കെ ഞങ്ങളുടെ കൊച്ചിന് ആളുണ്ട്. സോ ഹാപ്പി ആയിട്ട് എന്റെ കൊച്ചിനെ നോക്കണം.
പറയുന്നത് എടാ സൂപ്പർ ഫുഡാണ് ചിക്കൻ ബിരിയാണി സൂപ്പറാണ്, ബീഫ് സൂപ്പറാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പം സെയിൻ ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് അവരാണ് ഒരു കരുനാഗപ്പള്ളി കൊല്ലത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബിഗ് ഡേ സ്പെഷ്യൽ ആക്കാനായിട്ട് ഇവിടെ വന്നതാണ്. ഇത്ര സമയമായിട്ട് ആ ബിരിയാണിയുടെ മണം നന്നായിട്ട് വരുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഓരോന്ന് ഇപ്പൊ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ടും ബീഫ് കുഞ്ചു കഴിച്ചിട്ട് പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ ന്യൂഡിൽസ് ഉണ്ട്. സോ ഗംഭീരമായിരുന്നു എന്ന് ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞു. സോ ഇദ്ദേഹമാണ് സെയിൻ ഇവന്റ്സിന്റെ. അപ്പോൾ താങ്ക് യു സെയിൻ ഇവന്റ്സ്. ഓ ഇവരെല്ലാവരും ഉണ്ട്. വരൂ വരൂ എല്ലാരും ഒന്ന് ബാബാ നിങ്ങൾ എല്ലാരും ഇവന്റ്സിനല്ല ബാക്കി ഷെഫ് എല്ലാം എല്ലാരും താങ്ക് യു. ചിക്കൻ ബിരിയാണി സൂപ്പർ. ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിക്കാൻ എന്നിട്ട് അഭിപ്രായം പറയാം. ബീഫാണ് ഫേവറേറ്റ്. യെസ് താങ്ക് യു. ഇതാണ് നമ്മുടെ ആൾക്കാർ.